സുധാകരന് പിൻഗാമിയായി കെപിസിസി പ്രസിഡന്റായി സണ്ണി ജോസഫ് എംഎൽഎയെ നിയമിച്ച എഐസിസി തീരുമാനത്തെ അനുകൂലിച്ചും അംഗീകരിച്ചും പ്രതികരണങ്ങളുമായി പ്രമുഖ നേതാക്കൾ. പാർട്ടിയുടെ തീരുമാനം എന്തുതന്നെയായാലും അച്ചടക്കത്തോടെ അംഗീകരിക്കുമെന്നും സ്ഥാനമാനങ്ങൾ കണ്ടല്ല താൻ പാർട്ടിയിലേക്ക് എത്തിയതെന്നും മുൻ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചു. സണ്ണി ജോസഫ് മികച്ച പാർലമെന്റേറിയനും സംഘാടകനുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. എഐസിസി തീരുമാനം അംഗീകരിക്കുന്നതായി മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയും വ്യക്തമാക്കി. സുധാകരനാണ് തന്റെ എക്കാലത്തെയും ലീഡർ എന്ന് കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സണ്ണി ജോസഫ് പ്രതികരിച്ചു. അതിൽ ഇനിയും ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. പുതിയ ടീം പുതിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പദവി തീരുമാനം വന്നതിനു പിന്നാലെ ആദ്യം വിളിച്ചത് സുധാകരനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരാളുടെയും നോമിനിയല്ല, മതേതര കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സുധാകരൻ പിന്തുണ നൽകിയിരുന്നു. താൻ പ്രസിഡന്റ് ആയാൽ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും എന്ന് പറഞ്ഞതായും സണ്ണി ജോസഫ് പറഞ്ഞു. നിലവിലെ അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെത്തി. അടൂർ പ്രകാശാണ് UDF കൺവീനർ. PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. പാർട്ടിയുടെ തീരുമാനം എന്തുതന്നെയായാലും അച്ചടക്കത്തോടെ അംഗീകരിക്കും. സ്ഥാനം കണ്ടല്ല ഞാൻ കോൺഗ്രസിലേക്ക് വന്നത്, പാർട്ടിയെ കണ്ടാണ്. കോൺഗ്രസ് പാർട്ടി ഉള്ളിടത്തോളം കാലം ഞാൻ കോൺഗ്രസിലുണ്ടാകും, കെ സുധാകരൻ പറഞ്ഞു. താൻ തുടരണമെന്ന തരത്തിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളെക്കുറിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നാണ് സുധാകരൻ പറഞ്ഞത്. സണ്ണി ജോസഫ് മികച്ച പാർലമെന്റേറിയനും സംഘാടകനുമാണെന്നും 3ാം തവണയും MLA ആവുക എന്നത് ചെറിയ കാര്യമല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സങ്കീർണമായ വിഷയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തുന്ന ആളുകൂടിയാണ് സണ്ണി ജോസഫ്. ആന്റണിയുടെ പേര് ചർച്ചയാക്കിയത് മാധ്യമങ്ങളാണെന്നും പാർട്ടി ഇക്കാര്യത്തിൽ ഒരഭിപ്രായവും പറഞ്ഞിരുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പുതിയ കെപിസിസി പ്രസിഡന്റിനെയും മറ്റ് ഭാരവാഹികളെയും എ.കെ. ആന്റണി അഭിനന്ദിച്ചു. എഐസിസി തീരുമാനത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. ഈ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും ജനാധിപത്യ വിശ്വാസികളും പൂർണ്ണമായും സ്വാഗതം ചെയ്യുമെന്നാണ് തന്റെ വിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി പ്രതിസന്ധികളിൽ പാർട്ടിക്ക് ധീരമായ നേതൃത്വം നൽകിയ കെ സുധാകരനെ വർക്കിംഗ് കമ്മിറ്റിയുടെ ക്ഷണിതാവായി നിയമിച്ചതിനെയും സ്വാഗതം ചെയ്യുന്നു. സുധാകരന്റെ കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വമ്പിച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യം കാര്യങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന നേതൃത്വത്തെയാണ്. പുതിയ നേതൃത്വത്തിന് അതിന് സാധിച്ചാൽ കേരളത്തിൽ UDF മുഖ്യമന്ത്രി അധികാരത്തിലെത്തും, ആന്റണി പറഞ്ഞു. അതിനിടെ കെ സുധാകരനെ അനുകൂലിച്ച് കാസർഗോഡ് DCC ഓഫീസിന് മുന്നിൽ ഫ്ലക്സ് ബോർഡ് ഉയർന്നിരുന്നു. കെപിസിസി പ്രസിഡന്റായി സുധാകരൻ തുടരട്ടെ എന്ന് ഫ്ലെക്സിൽ കുറിച്ചു. യുദ്ധം ജയിച്ചു മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് തുല്യമാണെന്നും ഫ്ലെക്സിലുണ്ട്. സേവ് കോൺഗ്രസ് കാസർഗോഡ് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ണൂർ പയ്യന്നൂരിലും സുധാകരനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പതിച്ചു. ജനനായകൻ KS തുടരണം എന്നാണ് പോസ്റ്ററിൽ പറഞ്ഞിരുന്നത്. കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രചരിച്ചത്.